യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ പേര് കാഞ്ചന. നെയ്യാറ്റിൻകര രൂപതയിൽ ആറയൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഈ ധ്യാനകേന്ദ്രത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യ പ്രാവശ്യം വന്നത് എൻ്റെ കൊച്ചുമോക്ക് ചോറൂണ് കൊടുക്കാനായിട്ടാണ്. അവരിവിടെ വന്ന് ധ്യാനം കൂടിയതിൻ്റെ ഫലമായിട്ടാണ് കുഞ്ഞിനെ ലഭിച്ചത്. ഞാൻ ധ്യാനം ഇതിനു മുമ്പും താമസിച്ച് ഡിവൈനിലും ചിറ്റൂരും ഒക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വീഴുന്നത് കാണുമ്പോൾ എനിക്കങ്ങനെ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്നലെ വ്യാഴാഴ്ച ജസ്റ്റ് വൈകുന്നേരം വന്നപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ബ്രദർ എൻ്റെ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് ജപമാല, രക്തക്കണ്ഠ ജപമാല എൻ്റെ കയ്യിൽ തന്നിട്ട് കണ്ണുകളിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ എന്തോ ഒരു ശക്തി തലയൊക്കെ കറങ്ങുന്നത് പോലെ, അതുപോലെ എന്തോ ഒരു വലിയൊരു കാറ്റ് പോലെയൊക്കെ തോന്നി. വീഴുന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് അതിനുശേഷം പിന്നെ ഇവിടെ ധ്യാനം കൂടുമ്പോഴൊക്കെ ബലം പിടിച്ച് നിൽക്കുമ്പോൾ എനിക്കൊരു അഭിഷേകം കിട്ടൂല. അപ്പോൾ എന്നെ തന്നെ വിട്ടുകൊടുത്ത് ഞാൻ സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ആരാധിച്ചു. അന്നപ്പോൾ ഈ ബ്രദറിൻ്റെ രക്തക്കണ്ണീർ ജപമാലയിലോട്ട് നോക്കാൻ പറയുമ്പോൾ ഞാനങ്ങ് അറിയാതെ വീഴുകയാണ്. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ റോസാമിസ്റ്റിക്ക ഈ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി സ്തുതിക്കാൻ പറയുമ്പോൾ ഞാൻ എന്തോ ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു ശക്തി വന്ന് ഒരു മേലൊക്കെ ശരീരമൊക്കെ ഒരു തണുപ്പും ഒരു അഭിനയം വീഴുമ്പോൾ എനിക്ക് ഞാൻ പൊക്കത്തിരുന്ന് ഞാൻ പൊക്കമുള്ള വീഴുമ്പോൾ എനിക്ക് ഒന്നും വീഴുന്നത് ഇങ്ങനെ മറിഞ്ഞു പോകുന്നത് മാത്രമേ എനിക്കറിയാവുള്ളൂ. പക്ഷെ എനിക്ക് ശരീരത്തിൽ ഒരു വേദനയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒത്തിരി മനസ്സിന് ഒത്തിരി പ്രയാസമായിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ നല്ല സന്തോഷവും ഒരു എന്താ പറയുക നല്ലൊരു അനുഭൂതിയാണ്. പരിശുദ്ധ അമ്മ, ഞാൻ പള്ളിയിൽ ദിവസം ജപമാല ചെല്ലുന്നത് ഞാനാണ്. അപ്പോൾ ദിവസം 5 മണിക്ക് അടുത്ത് തന്നെ, എന്നാലും 5 മണിക്ക് കൃത്യം 5 മണിക്ക് തുടങ്ങിയിരിക്കും. അപ്പം 4:45 കഴിഞ്ഞാൽ അവിടെ പോയി എല്ലാം സജ്ജീകരിച്ച് ഒരു കപ്പ്യാരെല്ലാം ചെയ്ത് വെച്ചിരിക്കും. അപ്പം 5 തൊട്ട് 5:30 വരെ ജപമാല, അത് കഴിഞ്ഞ് 5:30 തൊട്ട് 6 മണി വരെ യാമപ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആരാധന യാമപ്രാർത്ഥന പറയും, ബാക്കി ഞങ്ങൾ ചൊല്ലണം. അപ്പോൾ കൃത്യം ഇങ്ങനെ 6-7 ദിവസവും ഞായറാഴ്ച മാത്രം 5:15 ജപമാല തുടങ്ങും. അപ്പോൾ ഞാൻ ഈ ഉറങ്ങുമ്പോഴും വീട്ടിലെ പണികളൊക്കെ ചെയ്തിട്ടും വീണ്ടും പള്ളിയിലേക്ക് എന്തെങ്കിലും ശുശ്രൂഷകളുണ്ടെങ്കിൽ ഞാൻ ലീജൻ ഓഫ് മേരിയിലും കൗൺസിലംഗവും എല്ലാത്തിലും സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതെല്ലാത്തിലും പള്ളിയിലും ഓടി ചെയ്യും, വീട്ടിലെ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് 11:30 ആവും. എന്നാലും രാവിലെ ഞാൻ 4:15 കഴിയുമ്പോൾ എണീക്കണം. ഇന്നേ വരെ ഒരു ദിവസം പോലും എനിക്ക് മുടക്കം വന്നിട്ടില്ല. ആ സമയമാകുമ്പോൾ അലാറം വച്ചാൽ തന്നെയും അലാറം കേൾക്കാൻ ചില പറ്റിയില്ലെങ്കിൽ എന്നെ ആരോ വന്ന് വിളിക്കുന്നത് പോലെ തോന്നും എണീരെന്ന്. അപ്പം അങ്ങനെ ഞാൻ കറക്റ്റ് പരിശുദ്ധ അമ്മയാണെന്നുള്ള കാര്യം എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട്. പിന്നെ ഈ രക്തക്കണ്ണീർ ജപമാല എന്ന് പറഞ്ഞാൽ 15 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം വെട്ടുകാട് പള്ളിയിൽ നിന്ന് എനിക്കൊരു പുസ്തകം കിട്ടിയിരുന്നു. ആ പുസ്തകത്തിൽ കൊടുത്തിരുന്നത് പോലെ ഞാൻ ഈ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി എനിക്ക് എന്തോ നല്ല അഭിഷേകമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോയപ്പോൾ എൻ്റെ പള്ളിയിലെ ഒരു അമ്മച്ചി പറഞ്ഞ് എൻ്റെ കൈകളിലൊക്കെ നിറച്ച് അലർജിയാണ്, ചാമ്പൽ ഇങ്ങനെയുള്ള സോപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു ഈ പുസ്തകം നോക്കിയിട്ട് ഇത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് അവർ എന്നോട് വന്ന് പറഞ്ഞ്, മോളെ എനിക്ക് നല്ല സൗഖ്യം കിട്ടി, നീ എനിക്ക് കുറച്ച് രക്തക്കണ്ണീർ ഈ പുസ്തകം വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് പുസ്തകം അവർ പൈസ തന്ന് വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് എനിക്ക് എങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞത് ആ പുസ്തകത്തിലുള്ളത് നോക്കിയാണ് ഞാൻ ചെല്ലുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ രക്തക്കണ്ണീർ ജപമാല ഞാൻ ഉപേക്ഷിച്ച് വെറും ജപമാല നമ്മളെ ജപമാല മാത്രം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഒരു മാസത്തിന് മുമ്പായിട്ട് എനിക്ക് രക്തക്കണ്ണീർ ജപമാല ചൊല്ലണമെന്നൊരു തോന്നൽ. ഞാൻ ഈ സംരക്ഷണ പ്രാർത്ഥനയൊന്നും ചൊല്ലാതെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചെല്ലാൻ പാടില്ല. അപ്പോൾ എനിക്ക് പേടി തോന്നി, ഞാൻ ഇന്നിത് തൊടുവില്ല എന്ന്. അപ്പോൾ ഇവിടെ വന്ന് ധ്യാനം കൂടിയ ഒരു സിസ്റ്റർ പറഞ്ഞ് സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം. അതിന് മുമ്പായിട്ട് എനിക്കൊരു അച്ഛനെ നമുക്കൊരു പരിചയമുണ്ട്. അച്ഛനെ വിളിച്ചു ചോദിച്ചു, അച്ഛാ
രക്തകണ്ണീർ ജപമാല ചൊല്ലിയപ്പോൾ ഭയങ്കര തടസ്സങ്ങൾ, ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അപ്പം അപ്പോൾ അച്ഛൻ പറഞ്ഞ് അത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ചൊല്ലാൻ പറഞ്ഞു. വിശ്വാസ പ്രമാണം ചൊല്ലിയെങ്കിലും എനിക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം അത് ചൊല്ലാനെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനുശേഷം ഞാൻ ഈ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയിട്ടത് ദിവസവും മുടങ്ങാതെ ചെന്നു. അപ്പം ഇവിടെ പറഞ്ഞതിന് 3-4 ദിവസത്തിന് മുമ്പായിട്ട് രാത്രിയിൽ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഞാനിത് കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങി വന്നു. അപ്പോൾ ശക്തമായിട്ട് എൻ്റെ ഇടത് സൈഡിൽ വന്ന് ഒരു പുരുഷ സ്വഭാവം പരുക്കത്തിലെ പ്രാർത്ഥന ചൊല്ലു എന്നിങ്ങനെ പറയും പോലെ തോന്നി. ഞാൻ ഞെട്ടി എണീറ്റ് ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിത പങ്കാളിയാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആരെയും കണ്ടില്ല, അവരൊക്കെ ഉറക്കാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പിന്നെ വലിയൊരു ഉണർവ് കിട്ടി. ഞാൻ പിന്നെ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ മുടങ്ങാതെ ചൊല്ലുകൊണ്ടതാണ് ഇവിടെ ധ്യാനത്തിന് പല ദിവസവും വരണമെന്ന് വിചാരിച്ചിട്ട് മടിച്ച് ഞാൻ എപ്പോഴും പള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്നത്. വൺ ഡേ ധ്യാനത്തിന് ഞാൻ പോകും. കസ്മാറ്റിക് കൂട്ടായ്മയിലുണ്ട്. അപ്പോൾ ഇനി എനിക്ക് എന്തിനൊരു ധ്യാനം എന്ന് ഞാൻ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു. അപ്പം അവർ ആ സിസ്റ്ററാണെങ്കിൽ നിർബന്ധിച്ച് വന്നേ തീരുമെന്ന് പറഞ്ഞിട്ട്, അപ്പം എൻ്റെ ചേട്ടനോട് ചോദിച്ചപ്പോഴും പറഞ്ഞു എന്നെ പള്ളിക്കാര്യത്തിലേക്കേണ്ട ഒരു തടസ്സവും പറയില്ല, പോകാൻ പറയും. അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇത്രയും അഭിഷേകം, എനിക്ക് നല്ലൊരു പുത്തൻ ഉണർവ്. ഇതുവരെ ഒരു ധ്യാനകേന്ദ്രങ്ങളെ കുറ്റം പറയുന്നതല്ല, ഞാൻ ധ്യാനം കൂടിയിട്ടും എനിക്ക് എൻ്റെ ഈശോയെ മാതാവിനെ എന്നെ സ്പർശിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്കത് വലിയൊരു അനുഭൂതി ആയിട്ട് എനിക്ക് കിട്ടിയില്ല. ഒരു സ്വർഗീയ അനുഭവം, ആ സ്വർഗീയ അഭിഷേകം ഈ സ്വർഗീയ അഭിഷേക ധ്യാനത്തിലൂടെ കാഞ്ചനാനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വഴി ചെയ്തു കൊടുത്തു. നന്ദി പറഞ്ഞ കരങ്ങളടിച്ച് പോരാ, ശക്തിയോടെ. പ്രൈസ് ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തൃശ്ശൂരിൽ നിന്ന് മറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. തൃശ്ശൂർ ജില്ലയിൽ മറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. റോസി എന്ന് പറഞ്ഞ സഹോദരിയാണ് എന്നെ ഈ ധ്യാന മന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്കറിയില്ലായിരുന്നു ഈ ധ്യാന മന്ദിരത്തെ പറ്റി, എനിക്കറിയില്ല. പല ധ്യാന മന്ദിരത്തിലും ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ധ്യാന മന്ദിരം ഇവിടെ ഉണ്ടോ ഞാൻ കേട്ടുകേൾവി പോലുമില്ല. സ്വർഗീയ അഭിഷേക ധ്യാനം എന്നാണ് ഈ ധ്യാനത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു. അങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു. എനിക്ക് എന്താ പറയുക, മുൻപ് കിട്ടിയ അഭിഷേകം, ഈശോ തന്ന അനുഗ്രഹങ്ങളുണ്ട് എനിക്ക്, കൃപകൾ പരിശുദ്ധാത്മാവിൻ്റെ, അതെനിക്ക് വീണ്ടും ജ്വലിപ്പിക്കണം, വീണ്ടും എനിക്ക് ആ ശക്തി കിട്ടണം പരിശുദ്ധാത്മാവിൻ്റെ. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ധ്യാനമന്ദിരത്തിലേക്ക് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു വന്നത്. റോസാമിസ്റ്റിക്ക മാതാവ് എൻ്റെ വീട്ടിലുണ്ടൊരു ഫോട്ടോ. മാതാവിനോട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ്. അങ്ങനെ എന്നെ ഇവിടെ പരിശുദ്ധ അമ്മയും ഈശോയാണ് ഇവിടെ ആ മക്കളിലൂടെ കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ ജിൻസൺ ബ്രദർ ചോദിച്ചു, എന്ത് ആ രാത്രിയിലത്തെ ക്ലാസ് കേട്ടപ്പോൾ, അതൊക്കെ കഴിഞ്ഞ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടെ വന്ന അനുഭവം എന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിൽ സന്തോഷം കിട്ടി, സ്വർഗീയ ആനന്ദമാണ് കിട്ടിയത്, പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ വെള്ളിയാഴ്ച ക്ലാസ്, വിടുതൽ ശുശ്രൂഷ ഒക്കെ നടന്നു. അതിലെനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ഗാന ശുശ്രൂഷ, ആരാധനയ്ക്ക് എന്നുള്ളിച്ച് വെച്ച് വിടുതൽ ശുശ്രൂഷ നടക്കുമ്പോൾ എൻ്റെ കാലൊന്നും നിലത്തുറയ്ക്കുന്നില്ല, ഞാൻ നിലത്തുറയ്ക്കുന്നില്ല, ഒരു കടലാസ് പോലെ ആണ് എൻ്റെ ശരീരം, പറക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇവിടെ മുഴുവനും ഈ ആലയം മുഴുവനും ഓടി നടക്കുന്ന പോലെ, ഒരു കാറ്റ് വന്നുകൊണ്ടിരുന്നത് പോലെ എൻ്റെ ശരീരത്തിൻ്റെ ഭാരമൊക്കെ വിട്ടുപോയി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് കുമ്പസാരിക്കാനായിട്ട് പോയപ്പോൾ ആ ചാപ്പലിലേക്ക് ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. ഞാൻ വിശുദ്ധരോടും വിശുദ്ധകളോടൊക്കെ ഞാൻ മാധ്യസ്ഥം വഹിക്കാറുണ്ട്. ഞാൻ മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധകളും വിശുദ്ധന്മാരും ഒക്കെ രണ്ട് സൈഡിലും നിറയെ ഇരിക്കുന്നു. അപ്പം എനിക്ക് അതിൽ കൂടുതൽ സന്തോഷമായി. കുമ്പസാരിക്കാൻ പറ്റി, എനിക്ക് നല്ല ആനന്ദം ഉണ്ടായി. എല്ലാവരും, സ്വർഗം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇത് സ്വർഗം തന്നെയാണ്, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് എൻ്റെ മനസ്സിലേക്ക് ഭയങ്കര ആനന്ദം വന്നു. നിത്യാരാധന ചാപ്പലിലേക്ക് ആദ്യത്തെ ദിവസം തന്നെ ആ ചേച്ചി എന്നെ കൂട്ടിക്കൊണ്ടുപോയി, റോസി സഹോദരി.
അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അവിടെ നിത്യാരാധനയിലേക്ക് പോകുന്നത്. അവിടെ ഇരുന്നപ്പോഴും എനിക്ക് ഞാനിരിക്കുന്നത് ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് എന്നുള്ള ഒരു ആനന്ദമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയോട്, ഈശോയെ എന്നെ മാനസാന്തരപ്പെടുത്തണേ, എനിക്ക് നഷ്ടപ്പെട്ട അഭിഷേകം എനിക്ക് തിരിച്ചു തരണേ, ഈ 4 ദിവസം ധ്യാനം കൂടാനുള്ള കൃപ തരണേ. ഈ ടീമിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ ധ്യാനം കൂടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച്, ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ച് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് വിടുതൽ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് രക്തക്കണ്ണീരിൻ്റെ ജപമാല ഞാൻ ചൊല്ലാറില്ല, എനിക്ക് ചൊല്ലാറിയില്ല. ബ്രദറ് രക്തക്കണ്ണീരിൻ്റെ ആ ജപമാല എടുത്ത് ആ നീലയും ചുവപ്പും മുത്തുകളുള്ള ആ വെട്ടി തിളങ്ങുന്ന ജപമാല എടുത്ത് ഇതിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ഇതിലേക്ക് നോക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ കണ്ണടച്ചപ്പോൾ ആ ജപമാല അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെട്ടി തിളങ്ങുകയാണ്. അങ്ങനെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് കൗൺസിലിങ്ങിന് പോയപ്പം അവിടെ ആ ചേച്ചി കൗൺസിലിങ് കഴിഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചത് ചാൾസ് ബ്രദറെയാണ്. ബ്രദർ വന്ന് എൻ്റെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കരമായ സുഗന്ധാഭിഷേകം അതെനിക്ക് മുൻപ് കിട്ടിയിട്ടുണ്ട്. കഞ്ചിക്കോട് റാണി സഹോദരിയുടെ വീട്ടിൽ പോയി കൊണ്ടു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടി, ആ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു സുഗന്ധാഭിഷേകം ഞാൻ വിചാരിച്ചു ബ്രദർ വല്ല സ്പ്രേ അടിച്ചു വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ബ്രദർ എൻ്റെ 2 കണ്ണിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, മാതാവിനെ കാണാനുള്ള കൃപ മുകൾക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ കണ്ണടച്ച് ആ കൗൺസിലിംഗ് ചെയ്ത സഹോദരിയും ബ്രദറും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കസാരയിൽ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുഖം തെളിഞ്ഞു, ചിരിക്കുന്ന ഒരു മുഖം. പക്ഷെ മാതാവിൻ്റെ മുഖം ക്ലിയർ അല്ലെങ്കിലും എന്നെ നോക്കി വലിയ ചുണ്ടുകളുള്ള ഒരു മുഖം എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പം എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഇവിടെ ധ്യാന ഹാളിൽ വന്നിരുന്നപ്പോഴാണ് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, മാതാവിനെ കാണാനുള്ള കൃപ കൊടുക്കാൻ മാതാവ് തന്നെയാണത് എന്ന്. അപ്പം മാതാവിനെ കണ്ടു, ജപമാല കണ്ടു, രക്തകണ്ണീരിൻ്റെ ജപമാല ചൊല്ലാനായിട്ട് എനിക്ക് എൻ്റെ കൂടെയുള്ള സഹോദരിമാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ചൊല്ലണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ എനിക്ക് അഭിഷേകം തിരിച്ചു കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് ഈശോ തരുന്നത്. അത് ഇന്ന് തന്നെ മാർട്ടിൻ ബ്രദറെ കണ്ട് അല്പസമയം ഒന്ന് സംസാരിക്കാനായിട്ട് ഈശോ കൃപ തന്നു. അപ്പോൾ എനിക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അത് കുറേ നാളായിട്ട് ഞാൻ നിർത്തി വച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ ബ്രദറിലൂടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ ബ്രദർ പറഞ്ഞു, ഈശോ പറയിപ്പിച്ച പോലെ എന്നോട് എനിക്ക് വേണ്ടി പറയിപ്പിച്ച പോലെ അങ്ങനെ എനിക്ക് ഒരു ഉണർവ് കിട്ടി. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നിർത്തി വെച്ചത് വീണ്ടും തുടങ്ങണം, അങ്ങനെ ആ ഒരു ബോധ്യവും കിട്ടി. പിന്നെ ചാൾസ് ബ്രദറുടെ ബ്രദർ ഡിക്രൂസിൻ്റെ വചന ശുശ്രൂഷ ഞാൻ ഗാഗുൽത്തായിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും എനിക്ക് വീണ്ടും കേൾക്കാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? കിട്ടുമോ? കിട്ടില്ലേ? കിട്ടിയാ കിട്ടി, പോയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേരിലില്ലേ, തിരുവനന്തപുരം എയർപോർട്ടിന് അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ 2ാമത്തെ ധ്യാനമാണ്. ഡിസംബറിൽ ഞാനിവിടെ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്ന കണക്ക് ഈ ധ്യാനമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇതൊക്കെ എന്താ ഇവർ പറഞ്ഞു വെച്ച് ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ച കാര്യം. വിചാരിക്കാൻ കാര്യമുണ്ട്. ഞാൻ ഇവിടെ വരുന്ന ധ്യാനം കൂടുന്നതിന് മുമ്പേ ഒരു 10-40 ധ്യാനമെങ്കിലും മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ഞാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരിടത്തും കാണാത്ത ഒരു സംഭവമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. 2 ദിവസവും ഞാനിങ്ങനെ ബലം പിടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നിന്നപ്പോഴത്തേക്ക് കൗൺസിലിംഗ് ചെയ്ത ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ചെന്നിരുന്നോടനെ എന്നോട് പറയുന്നത് എന്തിനാ ഇത്രയും ബലം പിടിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ കണ്ണടയ്ക്കണതിന് മുമ്പേ ഞാനിങ്ങനെ കറങ്ങി പോകുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ബലം പിടിച്ചിങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് വിട്ടുകൊടുക്കുക, ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് നിങ്ങൾ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ നിൻ്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര അഭിഷേകം കണക്ക് ചുമ്മാ ഇങ്ങനെ കറങ്ങി വീഴുക എടുക്കുകയൊക്കെ
അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. കാര്യം എനിക്ക് കിട്ടാത്തൊരു അനുഭവമായിരുന്നു ഇവിടെ ഈ ധ്യാനത്തിലൂടെ രക്തകണ്ണീർ ജപമാല ധ്യാനത്തിൽ ഇങ്ങനെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയ. അപ്പോൾ ഈ ധ്യാനത്തെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോയി. അന്ന് ഞാൻ എൻ്റെ ഭർത്താവുമായിട്ടാണ് ഇവിടെ ധ്യാനത്തിന് വന്നത്. വീട്ടിൽ ചെന്ന് എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞ്, അന്ന് തൊട്ട് ഞങ്ങൾ രക്തകണ്ണീർ ജപമാല കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് ചൊല്ലാൻ തുടങ്ങി. ഒരു 4-5 ദിവസം ഇങ്ങനെ സന്തോഷമായിട്ട് ചൊല്ലി. പിറ്റേ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഞാൻ പറഞ്ഞു, നമ്മളെ ഇനി ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാമെന്ന്. പെട്ടെന്ന് ഇയാൾ അങ്ങ് വയലൻ്റായി എന്നോട് ഭയങ്കരമായ പ്രശ്നമായി. പിന്നെ അങ്ങ് സ്റ്റാർട്ടിങ് ആയി പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര കണക്ക് എൻ്റെ വീട്ടിനകത്ത് അങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനിവിടെ ബ്രദറൊക്കെ ഞങ്ങളുടെ അവിടെ വലിയത്ര വന്ന് പ്രാർത്ഥന വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോയി ഞങ്ങളുടെ ഇടവക അച്ഛനെ കാണിക്കണം ഇവരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിരുന്നു. അവിടെ കൂട്ടായ്മയൊക്കെ കഴിഞ്ഞിട്ടും എനിക്കൊരിത് ഇല്ലായിരുന്നു. ഞാൻ ബ്രദറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബ്രദർ പറഞ്ഞ് മാതാവിനടുത്ത് മുട്ടുകുത്താൻ പറഞ്ഞെന്നെ. ഞാൻ മുട്ടുകുത്തി അവിടെ ഇരുന്ന്. അപ്പോൾ ബ്രദർ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എന്തോ ഒരു ശക്തി എന്നെ ഇങ്ങനെ വലിച്ചങ്ങ് എറിയണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എറിയുകയും എന്താ അന്നൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് പോലും അറിയില്ല. അരമണിക്കൂറൊക്കെ അവിടെ എന്തൊക്കെ ആയിട്ടോടെ അലറി വിളിയും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ധ്യാനങ്ങളൊക്കെ കൂടിയപ്പോൾ ഞാൻ ചിന്തിച്ചതൊക്കെ വേറൊന്നുമല്ല, എന്നെ നയിക്കണത് അത്രയും പരിശുദ്ധാത്മാവാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിനകത്തുണ്ടായിരുന്നത് എത്രയും. പക്ഷെ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ഞാൻ വ്യക്തമായി തിരിച്ചറിഞ്ഞു എന്നിലെ തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിറ്റേന്നു ഇത് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു അവിടെ പ്രാർത്ഥന നടന്നത്. അതൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോയി. ശനിയാഴ്ച ദിവസമായി വെള്ളിയാഴ്ച ദിവസം പിറ്റേന്ന് ഞാൻ ഇതുപോലെ ജപമാല വെളുപ്പിന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം, സാധാരണ ജപമാലയെ ചൊല്ലിക്കൊണ്ടിരുന്നത് രക്തകണ്ണീർ ജപമാലയല്ല, ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ എന്നെ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്ന ഒരു അനുഭവം എനിക്ക് തോന്നി. ഇങ്ങനെ ആ സ്പ്രിങ് കണക്ക് ഇങ്ങനെ ആടുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇതെന്ത് പറ്റി, എൻ്റെ ശരീരം ഇങ്ങനെ സ്പ്രിങ് കണക്ക് ആടാൻ തുടങ്ങണമല്ലോ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആട്ടത്തിന് ഭയങ്കര സ്പീഡായി. ഒരു റബ്ബർ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന പോലെ എന്നെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പ്രാർത്ഥനകളും തെറ്റി, എൻ്റെ ശരീരമൊക്കെ നല്ല പോലെ വേദനിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് എനിക്ക് ഭയങ്കരമായ ഒരു ഇത് തോന്നുക, എന്തോ ഒരു ശക്തി എന്നെ ഉപദ്രവിക്കുന്നതായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു വിളിച്ചു. അമ്മയെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ ആ ആട്ടം അങ്ങ് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓടി എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, എന്തോ എന്നെ ശല്യം ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് പറഞ്ഞ് എഴുന്നേറ്റ് ദിവ്യബലിക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൊമ്പസാരിക്കണം, അത് കഴിഞ്ഞോ ഞാൻ ദിവ്യബലിക്ക് പോകണം എന്നുള്ളതെന്ന് പറഞ്ഞ് അന്ന് അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കടന്നു. തിരിച്ച് ജനുവരി ഇവിടെ 2-ാം തീയതി ധ്യാനത്തിന് വരാൻ ഞാൻ എല്ലാ ഒരുക്കത്തോടെ ഇരുന്നു. എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് തന്നെ 2-ാം തീയതി വലിയൊരു സംഭവം എൻ്റെ വീട്ടിൽ നടക്കുകയായിരുന്നു. കാര്യം എൻ്റെ ഭർത്താവ് ഇങ്ങനെ മദ്യപിക്കാൻ വേണ്ടി പോയി നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സ്വാഭാവികമായി നടന്നു പോയിട്ട് പറയാം, വീട്ടിലോട്ട് വരാൻ പറഞ്ഞ് നീ പൊയ്ക്കോ ഞാൻ വരാം. സാധാരണ ഞാനങ്ങ് നടന്ന് വീട്ടിലോട്ട് തിരിച്ചു പോയപ്പോൾ ഒരു പകുതി ഭാഗം എത്തിയപ്പോൾ എന്തോ ഒരു ശക്തി ഇങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുവന്നിട്ട് പറയാണ്, നീ അവരോട് പറ ഇത്രയും നാൾ കുടിച്ചത് പോരെ, ഇനി നീ കുടിക്കാൻ ഞാനും കുടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വലിയൊരു മൃഗീയ ഭാവം, ഞാൻ പോലും അറിയാത്ത ഒരു ഭാവം എന്നിലോട്ട് കടന്നു വന്ന്. അങ്ങനെ അവിടെ വന്നു എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് ഞാൻ പറയാം, നിങ്ങൾ കുടിക്കണേ ഞാനും കുടിക്കണം എന്ന് പറഞ്ഞ് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ എടുത്ത് എൻ്റെ വായിലോട്ട് അടുപ്പിക്കുന്ന ഒരു ഭാവം. കാര്യം അത് ഒരു ജീവിത പങ്കാളിയും അത് സഹിക്കില്ല. കാര്യം അവരെ അപമാനപ്പെടുത്തുന്ന ഒരു രീതിയാണ് അവിടെ സംഭവം നടന്നത്. അതും ഒരു ഓപ്പൺ ഏരിയയാണത്. അപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ ഭർത്താവ് എന്നെയും കൊണ്ട് വീട്ടിലോട്ട് വന്നു. അപ്പോൾ 2 ദിവസം ഞാൻ ഇവരോട് സംസാരിക്കുന്നില്ല. 2ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തൊക്കെയാണല്ലോ, ഇത് ശരിയാകില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ അച്ഛനെ കണ്ടു, കൊമ്പസാരിച്ചോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ധൈര്യമായിരിക്കുക, പ്രാർത്ഥന കൈവിടരുമോ എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ച് വീട്ടിലോട്ട് വിടും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജപമാല കഴിഞ്ഞ് ഞാനിങ്ങനെ ഇന്ന് ദൈവസ്തുതി പറഞ്ഞത് എൻ്റെ ഭർത്താവ് പറഞ്ഞ് അവിടെ ഇരിക്കാം. ഞാൻ അവിടെ ഇരുന്ന ഉടനെ എന്നോട് പറയാം, നീ എന്തിനാ എന്നെ ഇങ്ങനെ അപമാനപ്പെടുത്തിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യം പോലെ ഇങ്ങനെ കടന്നു വരുന്ന കണക്ക് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആരോ എൻ്റെ ഉള്ളിൽ പറയാ, നീ സംസാരിക്കരുത്, നീ മിണ്ടതിരോ എന്ന് പറയുന്ന. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ശാന്തമായി. അപ്പോൾ പറയാം, എനിക്കറിയണം എന്തിനാ നീ ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി, എനിക്കറിയില്ല, എന്തോ ഒരു ശക്തിയെ എന്നെ ശല്യം ചെയ്യുന്നത് പോലെ എനിക്ക്
അനുഭവപ്പെടുന്നുണ്ട്, അതൊന്നും ഞാൻ ചെയ്തതല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുകയായിരുന്നു. പാസ്പോർട്ട് എൻ്റെ ഭർത്താവ് തല കുനിഞ്ഞു, ഒന്നും മുണ്ടിയില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഈശോ ഒരു കൈ പൊക്കി അടിക്കാൻ പോലും എൻ്റെ ഭർത്താവിനെ അനുവദിച്ചിട്ടില്ലായിരുന്നു. കാര്യം ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവും അപ്പോഴവരുടെ ഓരോ എല്ലുകളും ഈസായിക്ക് ഊരുമായിരുന്നു. പക്ഷെ അതങ്ങനെയായിരുന്നു ആ ഒരു സംഭവം നടന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ അതിലും എന്നെ തകർക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പം വീണ്ടും ഞാൻ എഴുന്നേറ്റ് വീണ്ടും സ്വാഭാവികമായിട്ടും നല്ല രീതിക്ക് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എൻ്റെ സഹോദരനെ കുറച്ച് കാശൊക്കെ ഞാൻ ഇങ്ങനെ മറിച്ച് കൊടുത്തിരുന്ന മോനെങ്ങനെ. എൻ്റെ പേര് റീന, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ 7ാമത്തെ ധ്യാനമാണ്. 2 ആഴ്ച മുന്നേ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റി പോകണ ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ മാതാവ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, വീഴാൻ പോകുന്നു. ഞാൻ ബ്രദറെ വിളിച്ചു. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, ചേച്ചിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുതിയ നിയമം എഴുതി അവസാനിപ്പിച്ചു. പക്ഷേ പഴയ നിയമം എഴുതാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ വിരലുകൊണ്ട് പേന പിടിക്കാനോ എടുക്കാനോ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി, ഈ ധ്യാനം കൂടിയും കഴിഞ്ഞിട്ട് ബൈബിൾ എഴുതി തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മാമയ്ക്ക് വിളിച്ചു. മാമിയും പറഞ്ഞു, മോളെ ഈ ധ്യാനം കഴിയട്ടെ, അപ്പം നമുക്ക് എന്തെങ്കിലും വഴി ദൈവം തരും എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെ വന്നു. ധ്യാനം തുടങ്ങി അന്ന് തൊട്ട് ഞാൻ എഴുതി തുടങ്ങി. എൻ്റെ എഴുത്ത് വളരെ വ്യത്യസ്തമായിരുന്നു. എനിക്ക് തന്നെ സങ്കടം വന്നു. എനിക്കിത് എഴുതാൻ പറ്റില്ലല്ലോ മാതാവേ, എനിക്ക് വാക്യങ്ങളൊന്നും എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. അങ്ങനെ ഇന്നലെ ചാൾസ് ബ്രദറുടെ അടുത്ത് പോയി ഞാൻ കൗൺസിലിങ്ങിന് ഇരുന്നപ്പോൾ പറഞ്ഞു, ബ്രദർ എനിക്ക് ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു. ബ്രദറ് എണ്ണ പുരട്ടി ഉപ്പ് തന്നു, വെള്ളം കുടിച്ച്. ബ്രദർ എൻ്റെ വിരലിലും കണ്ണുമ്മിലും നെറ്റിയുമ്മിലൊക്കെ പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു, ഇനി ഒരു പേന എടുത്തുകൊണ്ട് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി കൊടുന്നപ്പോൾ എൻ്റെ എഴുത്ത് ആദ്യത്തേക്കാളൊരു വ്യത്യസ്തം വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ എഴുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും എനിക്കത് ക്ലിയറാക്കി തരണേന്ന് പറഞ്ഞു. അതിന് ശേഷം ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് എല്ലാ വചനങ്ങളും എഴുതി എൻ്റെ പഴയ എഴുത്ത് എനിക്ക് തിരിച്ചു തന്നു. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. ചാരി മാതാവിനും റോസമിസ്റ്റിക മാതാവിനും എൻ്റെ യേശുനാഥനും ഏറ്റവും വലിയ നന്ദി ഞാൻ പറയും. തമ്പുരാൻ കൊടുത്ത അനുഗ്രഹത്തെ ഓർത്തുന്ന കരങ്ങളടിച്ച് ദൈവത്തെ ബോധപ്പെടുത്തിക്കേ.